നമുക്ക് പറഞ്ഞു പോകാൻ നേരമില്ല. ഞാൻ അവസാനമായി അങ്ങൊന്ന് കൺക്ലൂഡ് ചെയ്താൽ നന്നായിരുന്നു. ഇപ്പോ 30 വീടുകൾ നിങ്ങൾ പ്രഖ്യാപിച്ചു, 30 വീടുകൾ. അതിൽ നിശ്ചയിച്ച ഫണ്ട് 30 വീടുകൾക്ക് എത്ര ഫണ്ടാണ് നിങ്ങൾ കണ്ടെത്തിയതെന്നുള്ള കൃത്യമായ കണക്കുണ്ടായി, ഞാനത് വിട്ടുപോയി. അപ്പോൾ ആ ഫണ്ടിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും അത് സമാഹരിച്ചു തരാൻ നിങ്ങൾ ബ്ലോക്ക് കമ്മിറ്റികളോടും താഴേക്കിടയിലുള്ള കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് പൂർത്തീകരിച്ചുകൊണ്ട് എന്നത്തേക്ക് നിങ്ങൾക്ക് ഈ പണി തുടങ്ങാൻ പറ്റും? നിങ്ങളുടെ ഭൂമി കണ്ടെത്താനുള്ള നടപടി എവിടെ വരെ എത്തിയിട്ടുണ്ട്? സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആദ്യം ഒരു ഭൂമി കണ്ടെത്തിയിരുന്നു. 2.5 ഏക്കർ ഭൂമി ഞങ്ങൾ കണ്ടെത്തി. ആ 2.5 ഏക്കർ ഭൂമി കണ്ടെത്തിയത് ഈ പ്രദേശത്തുനിന്ന് കുറച്ച് ദൂരം മാറിയിട്ടാണ്. അപ്പോൾ അവിടത്തേക്ക് ആളുകൾക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനകത്ത് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ഭൂമി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. അത് വലിയ താമസമില്ലാതെ തന്നെ ബഹുമാനായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അവിടുത്തെ ആദ്യത്തെ ഭവനത്തിന് തറക്കല്ലിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ ഞങ്ങളുടെ ഫണ്ട് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇനി ഞങ്ങളുടെ ഫണ്ട് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഓരോ അസംബ്ലി കമ്മിറ്റികൾക്ക് നിശ്ചയിച്ച് നൽകിയിട്ടുള്ള ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റിൻ്റെ ആദ്യ ഗഡു സമാഹരിച്ച് തരാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ ആദ്യ ഗഡു സമാഹരിക്കാത്ത കമ്മിറ്റികളിൽ വീഴ്ച വരുത്തിയ ചില കമ്മിറ്റി, വീഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്, ചില മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്ത പോലെ വെട്ടിച്ചു എന്നല്ല, സമാഹരിക്കുന്നതിനകത്ത് വീഴ്ച വരുത്തിയ കമ്മിറ്റികൾക്കെതിരായിട്ട് പല നടപടികളും എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ഇന്റേണൽ പ്രോസസ്സാണ്. ഇനി അത് കൂടാതെ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അന്ന് തന്നെ ചില സ്പോൺസർഷിപ്പുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഭവന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫണ്ടിന് ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ടേജ് ഇല്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഫണ്ടല്ല, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രക്രിയയിലേക്ക് കടന്നുപോകും. ശരി, എന്തായാലും വളരെ വേഗത്തിലുള്ള നിർമ്മാണ പദ്ധതികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞത് പ്രകാരം സർക്കാരിന്റെ ട്രാൻസ്പെറൻസിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് വീട് നിർമ്മാണവുമായി സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോകേണ്ടി വന്നത് എന്നാണ്. അപ്പോൾ അദ്ദേഹം നിർമ്മിക്കുന്ന വീടുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം ഉത്തരം നൽകുകയും ചെയ്തിരുന്നു. ശ്രീ